കുമ്പസാരിക്കാത്ത സമയത്ത് ഒരു പാപം വെച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ഒരു ശത്രുവിനെ നമ്മൾ കൊണ്ട് നടക്കുകയാണ്. ഞാൻ ഒരാളോട് കോപിച്ചു, എന്നിട്ട് ഞാൻ ആ വഴക്കുണ്ടാക്കിയത് അവൻ അങ്ങനെ തന്നെ വേണം, അത് അല്ലെങ്കിൽ പിന്നെ അവനോട് പിന്നെ അങ്ങനല്ലേ പറയേണ്ടത്, അവനോട് 4 എണ്ണോടെ പറയണ്ടായിരുന്നു എന്നൊക്കെ ഓർത്ത് ഞാൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നടന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏത് സമയത്ത് എനിക്കെതിരെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ശത്രുവിനെ ഞാൻ പാല് കൊടുത്ത് വളർത്തി കൊണ്ട് നടക്കുകയാണ്. പാപം ഒരു ശത്രുവാണ്. ആ ശത്രുവിനെ കുരിശിൽ തറച്ച് യേശു പരാജയപ്പെടുത്തി. നമുക്ക് കാലയിൽ ഒരു അഴുക്ക് പറ്റി അപ്പൊ തന്നെ നമ്മൾ കഴുകില്ലേ? ഒരു ദേഹത്തൊരു അഴുക്ക് പറ്റി അപ്പൊ തന്നെ പോയി കുളിക്കില്ലേ? കുളിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ദേഹത്ത് ചള്ള വീണു, നിങ്ങൾ അപ്പൊ പോയി കുളിക്കില്ലേ? കുളിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. ആത്മാവിനെ നല്ല വെടിപ്പാക്കി നല്ല വിശുദ്ധിയിൽ വെച്ചിരുന്നാൽ എന്താ ഗുണമെന്നറിയാമോ? ചെന്ന് കയറുന്നിടത്തെല്ലാം വാതിലുകൾ തുറക്കും.